നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എന്താണ് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്നും ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനും പാരാമെട്രിക് കേർവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും പഠിച്ചിരുന്നു. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രാഫ് ദി കേർവ് ട്രേസ്ഡ് ബൈ ദി വെക്റ്റർ ഫംഗ്ഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു 2 cos ti പ്ലസ് 2 sin t j പ്ലസ് ടി കെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ട്രേസ്ഡ് ഔട്ട് ചെയ്യുന്ന കേർവ് ഗ്രാഫ് ചെയ്യുവാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പാരാമീറ്റർ ടി വാരി ചെയ്യുന്നതിനനുസരിച്ച് വെക്റ്റർ ആർ ഓഫ് ടിയുടെ മൂവിങ് ആരോ ഹെഡ് ഒരു കേർവ് ട്രേസ് ചെയ്യുമെന്ന്. അത്തരത്തിൽ ഇവിടെ തന്നിട്ടുള്ള വെക്റ്റർ ഫംഗ്ഷൻ ട്രേസ്ഡ് ഔട്ട് ചെയ്യുന്ന കേർവ് സ്കെച്ച് ചെയ്യുവാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള വെക്റ്റർ ഫംഗ്ഷന് 3 കമ്പോണൻസ് ഉള്ളതുകൊണ്ട് റിസൾട്ടിങ് കേർവ് ഒരു സ്പേസ് കേർവ് ആയിരിക്കും. ആദ്യം കറസ്പോണ്ടിങ് കേർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് നോക്കാം. അത് വളരെ ഈസിയാണ്. വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ള വെക്റ്റർ ഫംഗ്ഷൻ ട്രേസ്ഡ് ഔട്ട് ചെയ്യുന്ന കേർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, സെഡ് ഈക്വൽ ടു എച്ച് ഓഫ് ടി, വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇതാണ്. സോ ഇവിടെ തന്നിട്ടുള്ള വെക്റ്റർ ഫംഗ്ഷൻ ട്രേസ്ഡ് ഔട്ട് ചെയ്യുന്ന കേർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് എക്സ് ഈക്വൽ ടു 2 cos t, വൈ ഈക്വൽ ടു 2 sin t, സെഡ് ഈക്വൽ ടു ടി, വേർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആദ്യം ഫസ്റ്റ് 2 ഇക്വേഷനിൽ നിന്നും പാരാമീറ്റർ ടി എലിമിനേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1 ആണെന്ന്. അത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എലിമിനേഷൻ നടത്തുന്നത്. ഇവിടെ എക്സ് ഈക്വൽ ടു 2 cos t, വൈ ഈക്വൽ ടു 2 sin t. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 cos t ഹോൾ സ്ക്വയർ പ്ലസ് 2 sin t ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 4 cos square t plus 4 sin square t which is equal to 4 into cos square t plus sin square t which is equal to 4. So x square plus y square equal to 2 square. XY പ്ലെയിനിലാകുമ്പോൾ ഇത് ഒറിജിൻ സെൻറ്റർ ആയിട്ട് 2 യൂണിറ്റ്സ് റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഇക്വേഷനാണ്. സ്പേസിലേക്ക് വരുമ്പോൾ കറസ്പോണ്ടിങ് റൈറ്റ് സർക്കുലർ സിലിണ്ടറിൻ്റെ ഇക്വേഷനാണിത്. അതായത് ആക്സിസ് സെഡ് ആക്സിസ് ആയ 2 യൂണിറ്റ്സ് റേഡിയസ് ഉള്ള റൈറ്റ് സർക്കുലർ സിലിണ്ടറിൻ്റെ ഇക്വേഷൻ. സോളിഡ് സിലിണ്ടർ അല്ല ഉദ്ദേശിക്കുന്നത്, സിലിണ്ടറിൻ്റെ സർഫസിൻ്റെ ഇക്വേഷൻ. സെയിം റേഡിയസ് ഉള്ള സോളിഡ് സിലിണ്ടർ ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. സോ നമ്മുടെ കേർവിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള സിലിണ്ടറിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് കേർവിലെ എല്ലാ പോയിൻറ്റ്സും ഈ സിലിണ്ടറിലായിരിക്കും ലൈ ചെയ്യുന്നത്. സോ കേർവ് എന്തായാലും സിലിണ്ടറിൻ്റെ സർഫസിലുള്ളതാണ്. കേർവ് സ്കെച്ച് ചെയ്യുവാൻ വേണ്ടി ആ കേർവിലെ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി പാരാമീറ്റർ ടിയുടെ കുറച്ച് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ആ പോയിൻറ്റ്സുകളെല്ലാം എന്തായാലും ഈ സിലിണ്ടറിൻ്റെ സർഫസിലുള്ള പോയിൻറ്റ്സുകളായിരിക്കും. കുറച്ച് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തതിന് ശേഷം ഫ്രീ ഹാൻഡ് കേർവ് യൂസ് ചെയ്ത് ആ പോയിൻറ്റ്സിലൂടെ നമുക്ക് ആവശ്യമായ കേർവിൻ്റെ അപ്രോക്സിമേറ്റ് ഗ്രാഫ് നമ്മൾ സ്കെച്ച് ചെയ്യുന്നു. 3D ഫിഗർ ആയതുകൊണ്ട് അത്ര പെർഫെക്ഷൻ ആയില്ലെങ്കിലും എക്സാമിന് പ്രോബ്ലം ഇല്ല. കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അതുപോലെ ഏകദേശം രൂപം ഉണ്ടായാലും മതി. ഇവിടെ ടി റേഞ്ച് ചെയ്യുന്നത് 0 to ഇൻഫിനിറ്റി ആണ്. സോ നമ്മൾ പാരാമീറ്റർ ടിയുടെ 0 മുതലുള്ള കുറച്ച് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേർവിലെ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുന്നു. കേർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 2 cos t, വൈ ഈക്വൽ ടു 2 sin t ആൻഡ് സെഡ് ഈക്വൽ ടു ടി. ടി ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 2 cos 0 വിച്ച് ഇസ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 2 sin 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 ആൻഡ് സെഡ് ഈക്വൽ ടു 0. സോ ടി ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേർവിലെ പോയിൻ്റ് ഓർഡർ 200. അത് എക്സ് ആക്സിസിൽ ലൈ ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. അതുപോലെ സിലിണ്ടറിലെയും ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റ് സിലിണ്ടറിൻ്റെ സർഫസിൽ പ്ലോട്ട് ചെയ്യുന്നു. ദെൻ ടി ഈക്വൽ ടു π/2 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 2 cos π/2 വിച്ച് ഇസ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 2 sin π/2 വിച്ച് ഇസ് ഈക്വൽ ടു 2 ആൻഡ് സെഡ് ഈക്വൽ ടു π/2. സോ കറസ്പോണ്ടിങ് പോയിൻ്റ് ഓർഡർ 0 to π/2. അത് വൈ സെഡ് പ്ലെയിനിലൊരു പോയിൻ്റാണ്. ഈ പോയിൻ്റ് പ്ലോട്ട് ചെയ്യുവാൻ ആദ്യം ഓർഡർ 0 to 0 എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ നോക്കുക. അത് വൈ ആക്സിസിലെ ഒരു പോയിൻ്റാണ്. ആ പോയിൻറ്റിന് മുകളിൽ നേരെ വെർട്ടിക്കലായിട്ട് π/2 യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള പോയിൻ്റാണ് 0 to π/2 എന്നുള്ള പോയിൻ്റ്. π/2വിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് 3.14 ഡിവൈഡഡ് ബൈ 2 അതായത് 1.57 കൺസിഡർ ചെയ്യാം. സോ ഓർഡർ 0 to 0 എന്നുള്ള പോയിൻറ്റിന് മുകളിൽ നേരെ വെർട്ടിക്കലായിട്ട് 1.57 യൂണിറ്റ് അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസിൽ ഓർഡർ 0 to π/2 എന്നുള്ള പോയിൻ്റ് പ്ലോട്ട് ചെയ്യുന്നു. ആ പോയിൻറ്റും സിലിണ്ടറിലെ പോയിൻ്റ് തന്നെയായിരിക്കും. ഇതുപോലെ ടി ഈക്വൽ ടു പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേർവിലെ പോയിൻ്റ്
ഓർഡർ ട്രിപ്പിൾ -2,0,π. ആ പോയിൻ്റ് എക്സ് ആക്സിസിലെ ഓർഡർ ട്രിപ്പിൾ -2,0,0 എന്നുള്ള പോയിൻറ്റിന് മുകളിൽ നേരെ വെർട്ടിക്കലായിട്ട് 3.14 യൂണിറ്റ് അപ്രോക്സിമേറ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസിൽ പ്ലോട്ട് ചെയ്യാം. ആ പോയിൻ്റ് ആക്ച്വലി സിലിണ്ടറിൻ്റെ സർഫസിൻ്റെ അതർ സൈഡിലുള്ളതാണ്. ഇതുപോലെ t = 3π/2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റ് ഓർഡർ ട്രിപ്പിൾ 0,-2,3π/2 ആ പോയിൻറ്റും പ്ലോട്ട് ചെയ്യുന്നു. t = 2π ആകുമ്പോൾ കറസ്പോണ്ടിങ് പോയിൻ്റ് ഓർഡർ ട്രിപ്പിൾ 2,0,2π. നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്ത പോയിൻ്റ് ഓർഡർ ട്രിപ്പിൾ 200 നേരെ മുകളിൽ 2π യൂണിറ്റ്സ് വെർട്ടിക്കൽ ഡിസ്റ്റൻസിലുള്ള പോയിൻ്റാണ്. ഇതുപോലെ t = 5π/2, 3π, 7π/2, 4π, 9π/2 ഇവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാരാമീറ്ററിൻ്റെ π/2 ഗ്യാപ്പിലുള്ള പോയിൻറ്റ്സ് മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ t = π/6, t = π/4, t = π/3 ഇവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് സ്റ്റാർട്ടിങ്ങിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. When t = π/6, the point on the curve is order triple √3, 1, π/6. When t = π/4, the point is order triple √2, √2, π/4. For t = π/3, it is order triple 1, √3, π/3. ഓരോ കോർഡിനേറ്റ്സിൻ്റെയും അപ്രോക്സിമേറ്റ് വാല്യൂസ് ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് ഈ പോയിൻറ്റ്സും പ്ലോട്ട് ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം സിലിണ്ടറിലെ പോയിൻറ്റ്സ് തന്നെയാണ്. ഈ 3 പോയിൻറ്റ്സും ഈ ഒരു ഗ്യാപ്പിലുണ്ടായിരിക്കും. ഗ്രാഫ് കൂടുതൽ ആക്യുറേറ്റ് ആവാൻ വേണ്ടി വേണമെങ്കിൽ ഈ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്ത് നോക്കാം എന്ന് മാത്രം. ദെൻ സിലിണ്ടറിൻ്റെ സർഫസിലൂടെ പ്ലോട്ട് ചെയ്ത പോയിൻറ്റ്സ് ഫ്രീ ഹാൻഡ് കേവിലൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള കേവിൻ്റെ ഗ്രാഫ് കിട്ടും. ഈ കേവ് x² + y² = 4 എന്നുള്ള സിലിണ്ടറിൻ്റെ സർഫസിലൂടെ സ്പൈറൽ ചെയ്ത് പോകുന്ന ഒരു കേവാണ്. ഈ കേവിനെ സർക്കുലർ ഹെലിക്സ് എന്നാണ് വിളിക്കുന്നത്. ഇതാണ് വെക്റ്റർ r(0), ഓർഡർ ട്രിപ്പിൾ 200 എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. ഇത് വെക്റ്റർ r(π/2), ഓർഡർ ട്രിപ്പിൾ 0,2,π/2 എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. അതായത് ഒറിജിനിൽ നിന്നും ആ പോയിൻറ്റിലേക്ക് ജോയിൻ ചെയ്യുന്ന വെക്റ്റർ. ആ വെക്റ്ററിൻ്റെ ഏരോ ഹെഡ് ഓർഡർ ട്രിപ്പിൾ 0,2,π/2 എന്നുള്ള പോയിൻറ്റിലാണ്. ദെൻ ഇത് വെക്റ്റർ r(π) എന്നുള്ള വെക്റ്റർ. അത് -2,0,π എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ്. അതുപോലെ ഓർഡർ ട്രിപ്പിൾ 0,-2,3π/2 എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് വെക്റ്റർ r(3π/2). ഓർഡർ ട്രിപ്പിൾ 2,0,2π എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ വെക്റ്റർ r(2π). ബാക്കിയുള്ള പോയിൻറ്റ്സിൻ്റെ പൊസിഷൻ വെക്റ്റേഴ്സ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടില്ല. ജനറലായിട്ട് പറയുമ്പോൾ x = a cos t, y = a sin t, z = t എന്നുള്ളത് സർക്കുലർ ഹെലിക്സിൻ്റെ ഇക്വേഷനാണ്. ദെൻ x = a cos t, y = t, z = a sin t ഇതും സർക്കുലർ ഹെലിക്സിൻ്റെ ഇക്വേഷനാണ്. സിലിണ്ടറിൻ്റെ ആക്സിസ് y ആക്സിസ് ആണെന്ന് മാത്രം. x² + z² = a² എന്നുള്ള സർക്കുലർ സിലിണ്ടറിലൂടെ സ്പൈറൽ ചെയ്ത് പോകുന്ന സർക്കുലർ ഹെലിക്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണത്. Now vector r(t) = a cos ti plus b sin t j plus c t k, where a greater than 0, b greater than 0 and c greater than 0 എന്നുള്ള വെക്റ്റർ ഫംഗ്ഷൻ ട്രേസ് ചെയ്യുന്ന കേവ് എലിപ്റ്റിക്കൽ ഹെലിക്സ് ആണ്. x²/a² plus y²/b² = 1 എന്നുള്ള എലിപ്റ്റിക്കൽ സിലിണ്ടറിലൂടെ സ്പൈറൽ ചെയ്ത് പോകുന്ന കേവാണത്. എയും ബിയും ഈക്വൽ ആയാൽ ഹെലിക്സ് സർക്കുലർ ആയിരിക്കും. ആ കേസാണ് നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാഫ് ദി കർവ് ട്രേസ്ഡ് ബൈ ദി വെക്റ്റർ ഫംഗ്ഷൻ വെക്റ്റർ r(t) = 2 cos ti plus 2 sin t j plus 3k. ഇവിടെയും 3 കമ്പോണൻസ് ഉള്ള വെക്റ്റർ ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. സോ കറസ്പോണ്ടിങ് കേവ് ഒരു സ്പേസ് കേവ് ആയിരിക്കും. ആ കേവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് x = 2 cos t, y = 2 sin t and z = 3. ഇവിടെയും x² + y² = 4 cos² t plus 4 sin² t which is equal to 4. സോ റിക്വയർഡ് കേവിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും x ആൻഡ് y കോർഡിനേറ്റ്സ് x² + y² = 4 എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഈ കേവും x² + y² = 4 എന്നുള്ള സിലിണ്ടറിലാണ് ലൈ ചെയ്യുന്നത്. ബട്ട് ഇവിടെ സെറ്റ് കോർഡിനേറ്റ് ഫിക്സ്ഡ് ആണ്, അത് വാരി ചെയ്യുന്നില്ല. കേവിലെ ഏത് പോയിന്റ് ചൂസ് ചെയ്താലും ആ പോയിൻറ്റിൻ്റെ സെറ്റ് കോർഡിനേറ്റ് 3 ആയിരിക്കും. സോ കേവിലെ എല്ലാ പോയിൻറ്റ്സും z = 3 എന്നുള്ള പ്ലെയിനിലെ പോയിൻറ്റ്സ് ആയിരിക്കും. XY പ്ലെയിനിന് മുകളിൽ 3 യൂണിറ്റ്സ് ഡിസ്റ്റൻസിൽ XY പ്ലെയിനിനോട് പാരലലായിട്ടുള്ള പ്ലെയിനാണ് z = 3. നമ്മുടെ കേവിലെ എല്ലാ പോയിൻറ്റ്സും x² + y² = 4 എന്നുള്ള സിലിണ്ടറിലും ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ z = 3 എന്നുള്ള പ്ലെയിനിലും ലൈ ചെയ്യുന്നു.
സോ റിക്വയർഡ് കേവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള സിലിണ്ടറിൻ്റെ സെഡ് ഈക്വൽ ടു 3 എന്നുള്ള പ്ലെയിനിലുള്ള ക്രോസ് സെക്ഷൻ ആയിരിക്കും. അതായത് ആ സിലിണ്ടറിനെ സെഡ് ഈക്വൽ ടു 3 എന്നുള്ള പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ആ പ്ലെയിനിൽ കിട്ടുന്ന സിലിണ്ടറിൻ്റെ പോർഷൻ, അതാണ് നമുക്ക് ആവശ്യമുള്ള കേവ്. അത് സെഡ് ഈക്വൽ ടു 3 എന്നുള്ള പ്ലെയിനിലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള സർക്കിളാണ്. എക്സ് വൈ പ്ലെയിനിലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള സർക്കിളിനെ നേരെ വെർട്ടിക്കലായിട്ട് 3 യൂണിറ്റ്സ് അപ്ലിഫ്റ്റ് ചെയ്താൽ കിട്ടുന്ന കേവാണിത്. സോ എക്സ് വൈ പ്ലെയിനിന് മുകളിൽ 3 യൂണിറ്റ്സ് ഡിസ്റ്റൻസിലുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള സർക്കിളാണ് തന്നിട്ടുള്ള വെക്റ്റർ ഫംഗ്ഷൻ ട്രേസ്ഡ് ഔട്ട് ചെയ്യുന്ന കേവ്.